ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? ഈശോയുടെ പ്രബോധനം കേട്ട് വിസ്മയിക്കുന്ന അപ്പസ്തോലന്മാരെ നാം ഇവിടെ കാണുകയാണ്. വിസ്മയഭരിതരായി അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? ഈ ശിഷ്യന്മാരുടെ അത്ഭുതം നാം ഇതിനു മുമ്പും ഇതേ ഭാഗത്ത് കാണുന്നുണ്ട്. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഈശോ ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. ഈശോ വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? സ്നേഹമുള്ളവരെ, രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഈശോയെ സമീപിച്ച ഒരു യുവാവായ ധനികനുമായുള്ള ഈശോയുടെ സംഭാഷണത്തിൻ്റെ സമാപ്തിയെ നാം ഇവിടെ പരാമർശിച്ചത്. എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? രക്ഷ പ്രാപിക്കുവാനുള്ള മാർഗം തേടി ഈശോയുടെ അടുത്ത് വന്ന ഒരു മനുഷ്യൻ, അതും ബാല്യം മുതലേ ദൈവവചനത്തിലെ എല്ലാ പ്രബോധനങ്ങളും വളരെ നിഷ്കർഷയോടെ അനുസരിച്ച് പോരുന്ന ധനികനായ ഒരു യുവാവ്, തനിക്കെങ്ങനെ സ്വർഗം സ്വന്തമാക്കാൻ സാധിക്കും, തനിക്കെങ്ങനെ നിത്യരക്ഷ സ്വന്തമാക്കാൻ സാധിക്കും എന്ന ചോദ്യവുമായി ഈശോയുടെ അടുത്ത് വരുമ്പോൾ ഈശോ നൽകുന്ന മറുപടി ശിഷ്യന്മാരെ വിസ്മയിപ്പിക്കുകയാണ്, ശിഷ്യന്മാരെ അത്ഭുതപ്പെടുത്തുകയാണ്. എന്നിട്ട് അവർക്ക് ഈശോ നൽകുന്ന മറുപടിയിൽ അത്ഭുതപ്പെട്ട് അവർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് കഴിയും? ഈശോ അവരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല, അവിടത്തേക്ക് എല്ലാം സാധിക്കും. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ രക്ഷയെന്ന് പറയുന്നത്, ആത്മീയമായ ജീവിതത്തിലുള്ള വളർച്ചയെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത്, അത് മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ അധ്വാനത്തിൻ്റെയോ പരിശ്രമത്തിൻ്റെയോ ഫലമല്ല, പിന്നെയോ ഒരു വ്യക്തിയിൽ ദൈവം ചെയ്യുന്ന ഒരു വലിയ അത്ഭുതമാണ് അത് എന്ന് ദൈവവചനം നമുക്ക് വ്യക്തമാക്കി തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി, നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ തന്നെ കഴിവിലും പരിശ്രമത്തിലുമുള്ള അതിരുകവിഞ്ഞ വിശ്വാസവും ആശ്രയവും ഒരു മണ്ടത്തരമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കഴിവിലും നമ്മുടെ പരിശ്രമത്തിലും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയല്ല ജീവിതത്തിൻ്റെ വിശുദ്ധി, ആത്മാവിൻ്റെ രക്ഷ എന്ന് പറയുന്നത്. പൗലോസ് അപ്പോസ്തലൻ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ പ്രബോധനം നമുക്ക് തരുന്നുണ്ട്. ക്രിസ്തുവിനോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ മൂലഭൂതങ്ങൾക്ക് നിങ്ങൾ മരിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഇനിയും ലോകത്തിൻ്റേത് എന്ന മട്ടിൽ ജീവിക്കുന്നത് എന്തിനാ? സ്പർശിക്കരുത്, രുചിക്കരുത്, കൈകാര്യം ചെയ്യരുത് എന്നീ നിബന്ധനകൾക്ക് നിങ്ങൾ വിധേയരാകുന്നത് എന്തിനാ? ഉപയോഗിക്കുമ്പോൾ നശിച്ചു പോകുന്നവയെ പറ്റിയുള്ളതാ ഈ നിബന്ധനകൾ. ഇവ വെറും മാനുഷികമായ ഉപദേശങ്ങളും സിദ്ധാന്തങ്ങളും അനുസരിച്ചുള്ളവയാണ്. തീവ്രമായ ഭക്തിയും ആത്മനിന്ദയും ആത്മപീഡനവും പ്രോത്സാഹിപ്പിക്കുന്നതിനാൽ വിജ്ഞാനത്തിൻ്റെ പ്രതീതി ഇവയിൽ അനുഭവപ്പെടും. എന്നാൽ ജഡാഭിലാഷങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ
ഇവയ്ക്ക് യാതൊരു മൂല്യവുമില്ല. സ്നേഹമുള്ളവരെ, പാപത്തിനെതിരെയുള്ള പോരാട്ടം അല്ലെങ്കിൽ പാപം ഉപേക്ഷിക്കുവാനുള്ള പരിശ്രമം എന്ന് പറഞ്ഞ് നാം എടുക്കുന്ന അരുതുകളൊന്നും, നാം അവലംബിക്കുന്ന അരുതുകളൊന്നും ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല, നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നാം നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഈ അരുതുകളൊന്നും നമ്മെ യഥാർത്ഥമായ നിത്യരക്ഷയിലേക്ക് നയിക്കുന്നില്ല എന്ന്, പാപത്തിൽ നിന്നുള്ള മോചനത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയും പലപ്പോഴും വിജാതീയമായ മതസങ്കല്പങ്ങളുടെ ചുവട് പിടിച്ചുള്ള ഒരു പ്രവണതയായത്. എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിലെ പല മതവിശ്വാസങ്ങൾ ഇങ്ങനെയുള്ളതായ ഒരുപാട് ആത്മനിന്ദാപരമായ പ്രബോധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. എന്നാൽ അവരെല്ലാം അത് ചെയ്തിരുന്നത് ശരീരമെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സൃഷ്ടിയല്ല, പിന്നെയോ അത് തിന്മയുടെ സൃഷ്ടിയാണ്. ഈ ശരീരത്തിൽ കുടികൊള്ളുന്ന ആത്മാവാണ് ദൈവികമായിട്ടുള്ളത് എന്ന ഒരു ക്രിസ്തീയ വിരുദ്ധമായ മനോഭാവത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഫലമായിട്ടാണ് അത് ചെയ്തിരുന്നത്. എന്നാൽ ക്രിസ്തീയമായ വിശ്വാസമെന്ന് പറയുന്നത് ഈ ശരീരവും ശരീരത്തിലെ ആത്മാവും വ്യക്തിയുടെ മനസ്സും എല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയും ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ സമ്മാനവുമാണ്. ദൈവം എൻ്റെ ശരീരത്തിലൂടെയും മഹത്വപ്പെടും, എൻ്റെ മനസ്സിലൂടെയും മഹത്വപ്പെടും, എൻ്റെ ആത്മാവിലൂടെയും മഹത്വപ്പെടും. എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ ദൈവമഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്ത് ചെയ്യുമ്പോഴും അതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യണം. ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ഭക്ഷിക്കുന്നു, ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ പാനം ചെയ്യുന്നു, ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ ഉല്ലസിക്കുന്നു, ദൈവമഹത്വത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ചെയ്യുന്നതും എൻ്റെ മനസ്സിലുള്ള വ്യവഹാരങ്ങളും എല്ലാം എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഭാഗമായി ദൈവമഹത്വത്തിന് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായി മാറുകയും, എന്നാൽ വെറും മാനുഷികമായ അരുതുകളും പാടില്ലാത്തതായ ചില നിഷ്ഠകളും കൊണ്ട് രക്ഷ പ്രാപിക്കാമെന്ന് നാം പ്രതീക്ഷിക്കുന്നത് വെറുതെ. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരികയും നമ്മുടെ രക്ഷയെന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇത് മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതല്ല. വിശ്വാസം വഴി കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ രക്ഷയെന്ന് പറയുന്നത്, നമ്മുടെ നിത്യരക്ഷയെന്ന് പറയുന്നത്, സ്വർഗപ്രാപ്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ ദാനവും ദൈവത്തിൻ്റെ സമ്മാനവുമാണ് എന്ന് തിരിച്ചറിയാനുള്ള ദൈവികമായ ഒരു ജ്ഞാനം നമുക്ക് അനിവാര്യമായിട്ടുണ്ട്. നമ്മളെ പഠിപ്പിക്കുകയോ ദൈവത്തിൻ്റെ വചനം അത് നാം നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടോ നേടിയെടുത്തതല്ല. കൊളോസസ് ലേഖനത്തിൽ വായിച്ച് കേട്ടതുപോലെ നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടോ നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ നമ്മുടെ ജഡത്തിൻ്റെ അഭിലാഷങ്ങളെയോ പാപപ്രവണതകളെയോ തോൽപ്പിക്കാമെന്ന്, നമ്മുടെ പ്രവണതകളുടെ മേൽ വിജയം നേടാമെന്ന് ആരും വിചാരിക്കേണ്ട. പിന്നെയോ പാപത്തിൻ്റെ മേലും മരണത്തിൻ്റെ മേലുമുള്ള വിജയം നേടിയ ഈശോ തൻ്റെ കുരിശിൽ നേടിയെടുത്ത വിജയത്തിൽ വിശ്വാസം വഴി നാം ഭാഗഭാക്കാകുമ്പോഴാണ് നാമും ആ വിജയം ആസ്വദിക്കുന്ന വ്യക്തികളായി മാറുന്നത് എന്ന് സ്നേഹമുള്ളവരെ നാം മനസ്സിലാക്കണം. ഇവിടെയാ വളരെ ഒരു മനോഹരമായ വൈരുദ്ധ്യം ക്രൈസ്തവ വിശ്വാസവും അന്യവിശ്വാസങ്ങളും തമ്മിൽ ഉള്ളതായി നാം തിരിച്ചറിയുന്നത്. ക്രൈസ്തവേതരമായ ഏത് വിശ്വാസത്തെയും നാം പരിശോധിച്ച് നോക്കാം.
അവിടെയെല്ലാം വിശേഷിയ ദൈവവിശ്വാസമുള്ള മതങ്ങളുമുണ്ട്, ദൈവവിശ്വാസം ഇല്ലാത്ത മതങ്ങളുമുണ്ട് ക്രൈസ്തവേതര മതവിശ്വാസങ്ങളിൽ. ദൈവവിശ്വാസമുള്ള മതങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവരെല്ലാവരും അവരുടെ വിശ്വാസം ആരംഭിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി, ദൈവാനുഗ്രഹം സ്വന്തമാക്കാൻ വേണ്ടി ചെയ്യുന്നതായ ത്യാഗങ്ങളും സമർപ്പിക്കുന്നതായ കാഴ്ചകളും ഒക്കെയിലാണ് അവരുടെ വിശ്വാസം ആരംഭിക്കുന്നത്. അങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവർ ചെയ്യുന്ന ത്യാഗങ്ങൾ, അവർ നടത്തുന്ന കാഴ്ചകൾ, അവർ നടത്തുന്ന പരിശ്രമങ്ങൾ, അവയ്ക്ക് ദൈവം നൽകുന്ന പ്രത്യുത്തരം കഷ്ടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് സ്വന്തമാക്കുന്ന ഒരു ദൈവാനുഗ്രഹം, ഒരാത്മീയ ജീവിതം. എന്നാൽ സ്നേഹമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസം നേരെ വിപരീതമായ ഒരു തലത്തെ അവതരിപ്പിക്കുകയും ദൈവത്തെ തേടി ഇറങ്ങുന്ന മനുഷ്യനെയല്ല, ദൈവത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു മനുഷ്യനെയല്ല ഇവിടെ കണ്ടുമുട്ടുന്നത്. പിന്നെയോ മനുഷ്യനെ തേടിയിറങ്ങുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടുകയും ദൈവത്തെ സ്വന്തമാക്കാൻ വേണ്ടി സ്വയം സമർപ്പിക്കുന്ന ഒരു ദൈവത്തെ നാം ഇവിടെ കണ്ടുമുട്ടുകയും മനുഷ്യനെ തൻ്റെ ജീവിതത്തിൻ്റെ തൻ്റെ ഏറ്റവും വലിയ നന്മയെ തിരിച്ചറിഞ്ഞ് ആ മനുഷ്യനെ സ്വന്തമാക്കുവാൻ വേണ്ടി സ്വയം നഷ്ടപ്പെടുത്തുന്ന, ആ മനുഷ്യന് ആവശ്യമായ കൃപകളെല്ലാം നൽകുന്ന ഒരു ദൈവത്തെ നാം കണ്ടുമുട്ടുകയാണ്. ക്രൈസ്തവ വിശ്വാസത്തിലെ ക്രൈസ്തവ ജീവിതം ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലുള്ള വിശ്വാസത്തിലും ദൈവത്തിൻ്റെ കൃപയിലുള്ള ആശ്രയത്തിലുമാണ്. ആരെല്ലാം ദൈവകൃപയെ സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അത് സ്വന്തമാക്കാൻ സാധിക്കും. യാതൊരു വ്യവസ്ഥകളുമില്ലാതെ ഒരൊറ്റ വ്യവസ്ഥയേ ഉള്ളൂ, നീ സ്വന്തമാക്കുവാനുള്ള മനസ്സ് കാണിക്കണം. ഇതാ നിനക്ക് സംലഭ്യമാണ്, നിന്റെ മുമ്പിൽ അത് സംലഭ്യമാണ്. നീ ഇച്ഛിക്കുന്ന സമയത്ത് ഇച്ഛിക്കുന്ന സ്ഥലത്ത് ദൈവം നിനക്ക് സമീപസ്ഥന, ദൈവം നിനക്ക് സംലഭ്യന. ഈ ദൈവത്തെ, ദൈവകൃപയെ, ദൈവം തന്നെയായ ദൈവത്തിൻ്റെ സ്വയം ദാനമായ ദൈവകൃപയെ സ്വന്തമാക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം നീ കാണിച്ചാൽ മതി. സ്വാഭാവികമായും നീ ഈ ദൈവകൃപയെ സ്വന്തമാക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ ആ ദൈവകൃപ നീ പോലും അറിയാതെ നിന്നിൽ മാറ്റം വരുത്തുമെന്നത് വാസ്തവമാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാണ് നിന്നിൽ മാറ്റം വരുത്തുന്നത്. നിൻ്റെ തീരുമാനങ്ങളോ വ്യക്തിപരമായ നമ്മുടെ പരിശ്രമങ്ങളോ തീരുമാനങ്ങളോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത് നാം കൊളോസോസ് ലേഖനം 2-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേട്ടതുപോലെയുള്ള അരുതുകളുടെ ആകത്തുകയല്ല, പിന്നെയോ ഒരു ദൈവ പൈതലിൻ്റെ അഭിമാനവും ആനന്ദവും സ്വാതന്ത്ര്യവുമാണ് ക്രൈസ്തവ ആത്മീയത എന്ന് പറയുന്നത്. ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യരുതാത്തത് കൊണ്ടല്ല ഒരു ക്രിസ്ത്യാനി ചെയ്യാതിരിക്കുന്നത്, ഒരു ദൈവ പൈതൽ ചെയ്യാതിരിക്കുന്നത് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തത് കൊണ്ട്. എത്രയോ മനോഹരമായ, എത്രയോ മധുരതരമായ, എത്രയോ ആനന്ദസംദായകമായ നന്മകൾ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കുമ്പോൾ ദൈവികമല്ലാത്ത ഈ ചപ്പിൻ്റെയും ചവറിൻ്റെയും പിന്നാലെ പോകുവാൻ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതലിന് താല്പര്യമില്ലാത്തത് കൊണ്ട്, അത് പാടില്ലാത്തത് കൊണ്ടല്ല, അത് അരുതായ്മ കൊണ്ടല്ല, പിന്നെയോ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, താല്പര്യമില്ലാത്തത് കൊണ്ട്. കാരണം ദൈവസ്നേഹത്തിൽ മത്തുപിടിച്ചവന്, ദൈവസ്നേഹത്തിൻ്റെ ലഹരി പിടിച്ചവന് ഈ ലോകത്തിൻ്റെ വീഞ്ഞ് അരോചകമായി മാറുന്ന അവസ്ഥ, ഈ ലോകത്തിൻ്റെ വീഞ്ഞ് അരോചകമായി മാറുന്ന അവസ്ഥ. കാനായിലെ ആ കല്യാണ വിരുന്നിൽ നാം കാണുന്ന മനോഹരമായ ഒരു സന്ദർഭമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത്. അവിടെ നാം വായിച്ചു കേൾക്കുകയും ഈശോ നൽകിയ പുതിയ വീഞ്ഞ് കുടിച്ച ആ കലവറക്കാരൻ പറയുകയും എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും, എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചല്ലോ. ഈശോ നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ ലഹരി,
ഈശോ നൽകുന്ന ദൈവസ്നേഹത്തിൻ്റെ ലഹരി, ആ ലഹരി അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ നാം ബൈബിളിൽ കണ്ടുമുട്ടുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 11-ാമത്തെ അധ്യായത്തിൽ ഈ ലഹരിയുടെ വളരെ മനോഹരമായ ഒരു വിവരണമുണ്ട്. 2 കൊറിന്തോസ് 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ. അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസന. ഉന്മത്തനെ പോലെ ഞാൻ പറയുന്നു, ഞാൻ കുറേയും കൂടി മെച്ചപ്പെട്ട ദാസന. ഈശോയുടെ ദാസനായിരിക്കുന്നതിൽ ലഹരി പിടിച്ച ഒരു അപ്പസ്തോലനെ നാം ഇവിടെ കണ്ടുമുട്ടുകയാണ്. ഈശോയുടെ ശുശ്രൂഷകനായിരിക്കുന്നതിൽ, ഈശോയുടെ വചനത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കുന്നതിൽ ലഹരി പിടിച്ച, ഉന്മത്തത ബാധിച്ച ഒരു അപ്പസ്തോലനെ നാം കണ്ടുമുട്ടുകയാണ്. ഈ അപ്പസ്തോലനെ സംബന്ധിച്ചിടത്തോളം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കേണ്ടി വരുന്ന വേദനകളും നിന്ദനങ്ങളുമെല്ലാം മധുരമുള്ള, ലഹരിയുള്ള അനുഭവമായി മാറുകയാണ്. ഈ മധുരത്തിൻ്റെയും ലഹരിയുടെയും മുമ്പിൽ ഈ ലോകത്തിൻ്റെ സുഖസന്തോഷങ്ങളൊക്കെ വെറും ചപ്പും ചവറുമായി അവന് മാറുകയാണ്. അതാണ് നമ്മൾ വായിക്കുന്നത്. ഫിലിപ്പിയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് മനോഹരമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ ഈശോ മിശിഹായെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകിയാൽ സർവവും ഞാൻ നഷ്ടമായി തന്നെ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ഈ ലോകം നൽകിയേക്കാവുന്ന നന്മകളെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇത് പറയുന്നത്. ഇത് അവൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ടുവന്ന വിസ്മയിപ്പിക്കുന്ന ഒരു മാനസാന്തരത്തിൻ്റെ പ്രതിഫലനമാണ്. ഈശോയുടെ കൃപ അവനിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചപ്പോൾ പൗലോസ് അപ്പോസ്തലൻ മനോഹരമായി അത് പറഞ്ഞു വെക്കുന്നുണ്ട്. എനിക്ക് നൽകപ്പെട്ട കൃപ നിഷ്ഫലമായി പോയില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഞാനല്ല, എന്നിലെ ദൈവകൃപയാണ് അധ്വാനിച്ചത് എന്ന് പറയാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്നിൽ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ച് എൻ്റെ മനസ്സിലും മനോഭാവത്തിലും എൻ്റെ കാഴ്ചപ്പാടുകളിലും വിലയിരുത്തലുകളിലും എൻ്റെ പെരുമാറ്റങ്ങളിലും തീരുമാനങ്ങളിലും ഞാൻ പോലും അറിയാതെ കൊണ്ടുവരുന്ന ഒരു പരിവർത്തനം, ദൈവരാജ്യത്തിന് അനുരൂപമായ ഒരു അവസ്ഥയിലേക്ക് ദൈവം എന്നിൽ കൊണ്ടുവരുന്ന രൂപാന്തരീകരണം, അത് ദൈവകൃപയുടെ വിസ്മയിപ്പിക്കുന്ന അത്ഭുതമാണ്. രക്ഷയ്ക്ക് വേണ്ടി, ദൈവികമായ സ്വർഗീയമായ രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ ഒരുക്കുന്നതായ അനുഭവം, ദൈവം എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നതായ അനുഭവം. അതുകൊണ്ട് തന്നെ ഈ രക്ഷയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ദൈവകരുണയിലുള്ള പരമമായ ഒരു ആശ്രയം, ദൈവത്തിൻ്റെ കൃപയിലുള്ള പരമമായ ഒരു ആശ്രയം, എൻ്റെ കഴിവിലോ എൻ്റെ അധ്വാനത്തിലോ എൻ്റെ പരിശ്രമങ്ങളിലോ ഈവൻ എൻ്റെ പ്രാർത്ഥനയിൽ പോലുമോ ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരുണയിലുള്ള ഒരു ആശ്രയം. അതിൻ്റെ അർത്ഥം പ്രാർത്ഥനയോ ആത്മീയമായ നിഷ്ഠകളോ ചിട്ടകളോ ആവശ്യമില്ല എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ അതെല്ലാം ഇതിലേക്കുള്ള ഒരു പടികൾ മാത്രമാണ്, ഇതിലേക്കുള്ള ചുവടുവെപ്പുകൾ മാത്രമാണ്. നാം നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ, നമുക്കറിയാം പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ആ പരാമർശമുണ്ടല്ലോ, അരുതുകളുടെ ജീവിതശൈലി പാപത്തിൻ്റെ മേലുള്ള വിജയം സമ്മാനിക്കുന്നില്ല. പക്ഷേ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എന്തൊക്കെയാണെങ്കിലും പരിശ്രമിക്കും, പാപത്തെ പരാജയപ്പെടുത്താൻ പരിശ്രമിക്കും. ഈ പരാജയത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഈ പരിശ്രമത്തിന് വലിയ സ്ഥാനമുണ്ട്, പരാജയത്തിനും വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ഓരോ പരിശ്രമവും പരാജയപ്പെടുമ്പോൾ ആ പരാജയം നമ്മെ പരിശീലിപ്പിക്കുന്ന ഒരു എളിമയുണ്ട്. ഓരോ പ്രാവശ്യവും പരാജയപ്പെട്ട് ആ പരാജയത്തിൻ്റെ ആവർത്തിക്കപ്പെട്ട അനുഭവങ്ങളുടെ നടുവിൽ നിസ്സഹായനായി കണ്ണു നിറഞ്ഞ് എൻ്റെ കർത്താവേ, നീ മാത്രം എനിക്ക് ആശ്രയം, നീ മാത്രം എനിക്ക് രക്ഷ, നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാനാവൂ എന്ന ഒരു വ്യക്തി
എളിമയുടെ, നിസ്സഹായതയുടെ, നിസ്സാരതാ ബോധത്തിൽ ദൈവത്തെ വിളിച്ച കരയുമ്പോൾ ദൈവം അവൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. ദൈവം അവനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ്റെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൻ്റെ വലിയ വിജയത്തിൻ്റെ കഥകൾ ആരംഭിക്കുകയാണ്. പക്ഷേ അവൻ അവിടെ അഹങ്കരിക്കുകയില്ല. കാരണം ആവർത്തിക്കപ്പെട്ട പരാജയത്തിൻ്റെ നിരവധി അനുഭവങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്. അവൻ്റെ കഴിവുകളിലും അവൻ്റെ പരിശ്രമങ്ങളിലും ആശ്രയിച്ച് പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് മാത്രമേ തന്നെ വീണ്ടെടുക്കാനാവൂ എന്ന തിരിച്ചറിവിൻ്റെ നടുവിൽ അവൻ അനുഭവിക്കുന്ന ഈ വിജയം അവനെ കൂടുതൽ എളിമപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച്, ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ച്, തൻ്റെ ജീവിതത്തിൽ വിസ്മയിപ്പിക്കുന്ന പരിവർത്തനങ്ങൾ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കാത്ത വലിയ വിശുദ്ധീകരണം ചെയ്യുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചുള്ള അത്ഭുതവും നന്ദിയും നിറഞ്ഞ ഒരു ജീവിതമായിരിക്കും പിന്നീടുള്ള ആ വ്യക്തിയുടെ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരിശ്രമത്തിനും പരാജയത്തിനും ഈ വളർച്ചയിൽ വലിയ സ്ഥാനമുണ്ട്. ദൈവത്തിൻ്റെ കൃപയിൽ മാത്രം ആശ്രയിക്കുവാനുള്ള, എളിമയോടെ ദൈവപരിപാലനയ്ക്ക് സ്വയം സമർപ്പിക്കുവാനുള്ള, എൻ്റെ ജീവിതത്തിലെ, വിശിഷ്യ ആത്മീയ ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും ദൈവത്തിൻ്റെ വെറും കൃപയാണ്, ദൈവത്തിൻ്റെ വെറും കരുണയാണ്, ദൈവത്തിൻ്റെ ദാനമാണ് എന്ന തിരിച്ചറിവോടുകൂടി എളിമയോടെ അവ സ്വീകരിക്കുവാൻ. അത് മാത്രമല്ല, ഈശോ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഒരു വ്യക്തിയെപ്പോലും നിഷേധാത്മകമായ വിധിയുടേതായ ഒരു മനോഭാവത്തിൽ നോക്കാതിരിക്കുവാൻ. ദൈവം എനിക്ക് നൽകിയ കൃപയും ദൈവം എന്നോട് കാണിച്ച കരുണയുമാ എൻ്റെ ആയിരിക്കുന്ന അവസ്ഥ എങ്കിൽ ദൈവം അവരോട് കാണിക്കേണ്ടതായ കരുണയ അവർക്കുണ്ടാകേണ്ടതായ മാറ്റം. ഒരു വ്യക്തിയെപ്പോലും കുറ്റപ്പെടുത്താതെ, ഞാൻ എത്ര വട്ടം പരിശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കരുണ കടന്നു വന്നു. സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം പരിശ്രമം കൊണ്ടോ നേടിയെടുക്കാവുന്നതല്ല ജീവിതത്തിൻ്റെ വിശുദ്ധിയും ആത്മാവിൻ്റെ രക്ഷയുമെന്ന തിരിച്ചറിവ്. ആരെയും വിധിക്കാതിരിക്കുവാനും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുവാനും നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പാപത്തിൻ്റെ ചെളുക്കുണ്ടിലും പാപകരമായ പ്രവണതകളിലും പാപ സാഹചര്യങ്ങളിലും ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി വേദനയോടെ, ത്യാഗത്തോടെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രേരണയും ഈ വചനഭാഗം നമുക്ക് നൽകുന്നുണ്ട്. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ വേണം. ഈ ലോകത്തിൽ ആർക്കും ദൈവത്തിൻ്റെ രക്ഷ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ കടന്നു ചെല്ലണം. ഒരു കാര്യം മാത്രം മറക്കരുത് എന്ന് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത വിധം വീണുപോയ ഒരു വ്യക്തിയും ഈ ലോകത്തിലില്ല. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വീണ്ടെടുക്കാനാവാത്ത വിധം വീണുപോയ ഒരു വ്യക്തി പോലും ഈ ലോകത്തിലില്ല. മരണശേഷം ഒരു വ്യക്തിയെയും ഈശോയ്ക്ക് വീണ്ടെടുക്കാനാവില്ല. മരണത്തോടുകൂടി തനത് വിധിയോടുകൂടി നരകത്തിലേക്ക് പോകുന്ന വീണുപോയ ഒരു വ്യക്തിയെയും വീണ്ടെടുക്കാൻ ദൈവത്തിന് പോലും ആവില്ല. അത് ദൈവിക പദ്ധതിയുടെ ഭാഗമല്ല. എന്നാൽ ഈ ലോകത്തിലായിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ കരുണയ്ക്ക് സാധിക്കും. ദൈവത്തിൻ്റെ കരുണയുടെ ഈ വീണ്ടെടുപ്പ് നമ്മുടെ അവനവൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, എല്ലാ ജീവിതങ്ങളിലും അത്ഭുതകരമായ ഇടപെടലുകൾ അപ്പസ്തോലന്മാർ വിസ്മയിച്ചതുപോലെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന കരുണയ ഓരോ വ്യക്തിയുടെയും നിത്യരക്ഷ അല്ലെങ്കിൽ ആത്മരക്ഷ എന്ന തിരിച്ചറിവോടുകൂടി തൻ്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.